കോഴിക്കോട് വലിയങ്ങാടിയിൽ വീണ്ടും സ്ലാബ് വീണ് അപകടമെന്ന വാർത്ത വരുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിന്റെ സ്ലാബാണ് ഒരു ഭാഗമാണിപ്പോൾ അടർന്ന് താഴേക്ക് വീണിരിക്കുന്നത്. ദിലീഷ തിലകനാണിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. ദിലീഷ, അവിടെ നിന്നിപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഇത് എപ്പോഴാണ് സംഭവം? എന്താണ് അവിടെയുള്ളവർ പറയുന്നത്? ദിലീഷ, ഉന്മേഷ്, പ്രധാനമായിട്ട് പറയുന്നത് വലിയൊരു അപകടമല്ല, ചെറിയൊരു അപകടമാണ്. എന്നാൽ നമ്മുടെ മുന്നിൽ വലിയൊരു അപകടം കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടന്നത് നമ്മുടെ മുന്നിലുണ്ട്. 4 ജീവനുകൾ പൊലിഞ്ഞതാണ്. നിസ്സാരമായിട്ട്, ഒരിക്കൽ പോലും നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല ഇത് ഏകദേശം 28ഓളം ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു കെട്ടിടം കൂടിയാണ്. ആ തൊഴിലാളികൾ ആരും തന്നെ ഈ അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ മനസ്സിലാക്കുന്നത്. കെട്ടിടത്തിന്റെ ഒരു സൺഷെയ്ഡിന്റെ ഒരു ഭാഗമാണ് ഇവിടെ പൊളിഞ്ഞു വീണിരിക്കുന്നത്. ഇവിടെ തന്നെ വ്യാപാരികൾ 2 തട്ടിലാണ്. ഇത്തരത്തിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ്. വ്യാപാരികൾ തന്നെ ഈ കെട്ടിടത്തിന്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള ഒരു തർക്കത്തിലേക്കൊക്കെ കടക്കുകയാണ്. ചേട്ടാ, ഇത് ഒരുപാട് കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണോ? ഇതൊരു കൊളയിന് ഇവിടെ കെട്ടിടത്തിൽ ആരൊക്കെ ഇന്ത്യക്കാരമ്മള് ഇത് പൊട്ടി വീഴുന്ന സമയത്ത് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നു? അത് ഞാൻ കണ്ടില്ല. ഞാൻ കേട്ടറിഞ്ഞിട്ട് വന്ന മോള് താമസിക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരാളുണ്ട് ഇനി ഈ കട. അയാളിങ്ങനെ പുറത്തേക്ക് വന്നങ്ങോട്ട് പോയിന്റ് ടൈമിൽ ഇത് പൊട്ടി വീണ്. പിന്നെ ആള് കഴിച്ചില്ലേ, വേറെ 2 ഇന്ത്യക്കാരൻ്റെ ഒരു കഴിച്ചിലായി. ആ ഭീം അവിടുന്ന് കഴിച്ചിലാക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിലെവിടെ ഫുൾ ടൈം ആളങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണതാ. അതിനെന്താ മാറി നോക്കി. അത്തരത്തിൽ ഉന്മേഷ് അവർ പറയുന്നത് പോലെ തന്നെ തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല എപ്പോഴും ഇത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു സ്ലാബ് പൊട്ടി വീണിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ആ സമയത്ത് ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായിട്ടുള്ളത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം കോർപ്പറേഷന്റെ ഒരു വിശദീകരണം നമ്മൾ ഈ വിഷയത്തിൽ കണ്ടതാണ്. കോഴിക്കോട് നഗരത്തിൽ എത്ര കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളുണ്ട്, അതിൽ എത്ര കെട്ടിടങ്ങൾ ഇത്തരത്തിൽ അൺഫിറ്റ് ആണ് എന്ന കാര്യങ്ങളിലൊന്നും തന്നെ കോർപ്പറേഷൻ കൃത്യമായിട്ടുള്ള ഒരു കണക്കില്ല. ഇതെല്ലാം അൺഫിറ്റ് ആക്കിയിട്ടുമില്ല എന്ന് കോർപ്പറേഷൻ മേയർ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. കാരണം പല കെട്ടിടങ്ങളും അൺഫിറ്റ് ആക്കിയാൽ വ്യാപാരികളെ അവിടെ നിന്നും ഇറക്കേണ്ടതായിട്ട് വരും. ഒറ്റഘട്ടത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഇത്തരത്തിൽ കെട്ടിടം അൺഫിറ്റ് ആക്കി വ്യാപാരികളെ അവിടെ നിന്നും മാറ്റാൻ താല്പര്യമില്ല എന്നുള്ളതാണ് കോർപ്പറേഷൻ പറഞ്ഞത്. കാലപ്പഴക്കം അനുസരിച്ച് കെട്ടിടത്തിന്റെ അവസ്ഥ അനുസരിച്ച് കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം എന്നുള്ളതാണ്. ഏകദേശം 2022 ഏകദേശം 19ഓളം കെട്ടിടങ്ങൾ, കോർപ്പറേഷന് കീഴിലുള്ള 19ഓളം കെട്ടിടങ്ങൾ ഇത്തരത്തിൽ കാലപ്പഴക്കം ചെന്നതാണ് എന്ന് കണ്ടെത്തിയിരുന്നു. എന്നിട്ട് പോലും ഇത്ര വർഷം 2026 ഈ വർഷത്തിനിടയ്ക്ക് ഇത് പൊളിച്ചു നീക്കേണ്ടതിന്റെ നടപടികളിലേക്ക് എന്തുകൊണ്ട് കടന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ സമയത്ത് കുറച്ച് വ്യാപാരികൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ചേട്ടാ, ഈ അപകടം നടക്കണം കണ്ടിരുന്നു? കോഴിക്കോട് കോർപ്പറേഷനിൽ നിരവധി പഴയ കെട്ടിടങ്ങളുണ്ട്. ഇത് വീണ്ടും ലൈസൻസ് കൊടുത്തിട്ടാണ് ഇതിങ്ങനെ അറിയാതെ പോണത്. അതൊക്കെ നിർത്തണം ആദ്യം. കുറേ പിന്നെ പഴയ ബിൽഡിങ്ങൾ പിന്നെ കോർപ്പറേഷൻ പരിശോധിക്കാനുണ്ട്. അതങ്ങനെ രംഗത്ത് വരണോ, എന്നാലേ ഇതിനൊക്കെ ഒരു പരിഹാരം കാണൂ. ഇതൊക്കെ പറയാനുള്ളൂ. കൂടുതൽ ഇനി അപകടം ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വലിയ അപകടങ്ങളിലേക്ക് പോകാതെ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന ഈ ഒരു വിഷയത്തിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കോർപ്പറേഷൻ സ്വീകരിക്കേണ്ടത്. കാരണം ഒട്ടനവധി കെട്ടിടങ്ങൾ ഇത്തരത്തിൽ വലിയങ്ങാടിയിൽ തന്നെ കാലപ്പഴക്കം ചെന്ന പൊളിച്ചു നീക്കേണ്ട ഒട്ടനവധി കെട്ടിടങ്ങൾ ദിലീഷ, അതായത് ഇത് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിൽ തന്നെയുള്ള കെട്ടിടമെന്നാണോ? ഇപ്പോൾ ആ സ്ലാബുകളൊക്കെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നുണ്ടല്ലോ, അതിനായി കുറച്ച് തൊഴിലാളികൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. അവരെ എത്തിച്ചതും കോർപ്പറേഷനാണോ? ഈ വന്നിരിക്കുന്ന ആളുകൾ കോർപ്പറേഷനിൽ നിന്നുള്ള തൊഴിലാളികളാണോ? ഉന്മേഷ്, നിലവിൽ ഇവിടെയുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഇവിടുന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഥലത്തെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വ്യാപാരികൾ ഇവിടെയുണ്ട്. വലിയൊരു അപകടം ഉണ്ടായിട്ടില്ല. എന്നാൽ പോലും ഈ കെട്ടിടം നമുക്ക് കണ്ടാൽ മനസ്സിലാകും കാലപ്പഴക്കം ചെന്ന കെട്ടിടം തന്നെയാണ്. എന്തായാലും ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് സ്ലാബ് പൊട്ടി വീണ സ്ലാബ് അടക്കമുള്ളത് ഇവിടെ നിന്നും മാറ്റാനുള്ള നടപടികളാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതായത് നേരത്തെ അപകടം നടന്ന കഴിഞ്ഞ ദിവസം അപകടം നടന്ന വലിയങ്ങാടിയിലെ ആ കെട്ടിടത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള കെട്ടിടമാണ് ഇത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഒട്ടനവധി കെട്ടിടങ്ങൾ ഈ മേഖലയിൽ, ഈ വലിയങ്ങാടിയിൽ തന്നെ ഇത്തരത്തിൽ ഒട്ടനവധി കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒട്ടനവധി വ്യാപാരികൾ തൊഴിലെടുക്കുന്ന ഇടമാണ്. അല്പസമയം, അതായത് ഈ കെട്ടിടം തകർന്ന് സ്ലാബ് പൊട്ടി വീഴുന്നതിന്റെ അല്പസമയം മുമ്പ് പോലും ഇവിടെ വ്യാപാരികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല 28ഓളം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇതിന് മുകളിൽ താമസിക്കുന്നു.
താമസിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു അപകടം ഇപ്പോൾ ഒഴിവായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉന്മേഷ്, ശരി. ദിലീഷ തിലകനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. വലിയങ്ങാടിയിൽ കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ ആ കെട്ടിടത്തിന് സമീപത്ത് ഒരു കെട്ടിടത്തിന്റെ സൺഷെയ്ഡിന്റെ ഒരു ഭാഗം തകർന്നു വീഴുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.